തൃശൂർ കാണിപ്പയ്യൂരിൽ ആംബുലൻസും കാറും കൂട്ടിയിടിച്ച് 2 മരണം ഉണ്ടായിരിക്കുകയാണ്. ആംബുലൻസിൽ ഉണ്ടായിരുന്ന രോഗി കുഞ്ഞിരാമൻ, കാർ യാത്രക്കാരി പുഷ്പ എന്നിവരാണ് മരിച്ചത്. വിവരങ്ങളുമായി ലെവിൻ കെ വിജയൻ നമുക്കൊപ്പം ചേരുകയാണ്. ലെവിൻ, എപ്പോഴായിരുന്നു ഈ അപകടം ഉണ്ടായത്? ദിലീപിന് ഉച്ചയ്ക്ക് 1:30 അപകടം. കുന്നുകുളം കാണിപ്പയ്യൂർ വെച്ചാണ് അപകടം ഉണ്ടായത്. അതായത് തൃശ്ശൂരിലെ യൂണിറ്റി ആശുപത്രിയിൽ നിന്നും രോഗിയായ ആളുമായി വീട്ടിലേക്ക് തിരികെ മടങ്ങിയ ആംബുലൻസ് ആണ് അപകടത്തിൽപ്പെട്ടത്. കാണിപ്പയ്യൂർ പൂനമുച്ചി സ്വദേശികളായിട്ടുള്ള 2 ദമ്പതികൾ സഞ്ചരിച്ച കാറുമായി ഈ 2 വാഹനങ്ങളും എതിർദിശയിലാണ് വന്നത്. ഈ വാഹനങ്ങൾ തമ്മിൽ കൂട്ടിയിടിക്കുകയായിരുന്നു. അങ്ങനെ കൂട്ടിയിടിച്ചാണ് വാഹനത്തിൽ അപകടമുണ്ടാകുന്നത്. നേർക്കുനേർ ഉള്ള ഇടിയാണ് വാഹനങ്ങൾ തമ്മിലുണ്ടായത്. നിയന്ത്രണം തെറ്റി ആംബുലൻസ് റോഡിൽ മറിഞ്ഞു വീഴുകയും ചെയ്തു. ഈ കാറിന്റെ ഡീസൽ ടാങ്കിൽ നിന്നും ഡീസൽ ചോർന്ന് ഈ പരിസരമാകെ പടരുകയും ചെയ്തു. അപകടത്തിൽപ്പെട്ടത് തൃശൂർ ദമ്പതികളാണ്. 2 പേരും, അതായത് ആംബുലൻസിൽ രോഗിയായിട്ടുണ്ടായിരുന്ന കുഞ്ഞിരാമൻ എന്ന 89 വയസ്സുകാരൻ അപകടത്തിൽ സംഭവ സ്ഥലത്ത് തന്നെ വെച്ച് മരിച്ചു. കുന്നംകുളം സ്വദേശി കൂനമ്പുച്ചി സ്വദേശിയായ കാർ യാത്രികയായ പുഷ്പയാണ് സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതിന് പിന്നാലെ മരിച്ചത്. മറ്റൊരാൾ അപകടത്തിൽ പെട്ട പുഷ്പയുടെ ഭർത്താവിന് KV ആൻഡോയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ് തൃശൂരിലെ സ്വകാര്യ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. കാണിപ്പയ്യൂരിൽ കുരിശുപള്ളിക്ക് സമീപം ഇന്ന് ഉച്ചയ്ക്ക് 1:30 അപകടം നടക്കുമ്പോൾ ആംബുലൻസിനുള്ളിൽ 6 ആളുകളും കാറിൽ 2 പേരുമായിരുന്നു ഉണ്ടായത്. ആംബുലൻസ് യാത്രികരായ മറ്റുള്ള ആളുകൾക്കും പരിക്കേറ്റിട്ടുണ്ട്. ഇവരെയും വിവിധ ആശുപത്രികളിലായി പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ഏതായാലും അത്യന്തം ഗുരുതരമായ ഒരു സംഭവമാണ്. ദാരുണമായ ഒരു സംഭവമാണ് തൃശൂർ കാണിപ്പയ്യൂരിൽ ഉണ്ടായത്. കാറും ആംബുലൻസും കൂട്ടിയിടിച്ചാണ് രോഗി അടക്കം കാറിലെ യാത്രക്കാരി അടക്കം 2 പേർ മരിച്ചത്. ലെവിനാണ് വിവരങ്ങൾ നൽകിയത്.